1 മുതലാണ് ഭാരതത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ വ്യക്തികൾക്കും സമൂഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഡോക്ടർമാർ നൽകുന്ന സേവനങ്ങൾക്ക് വേണ്ടി അത് മാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഡോക്ടർ ഡേ ആചരിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. നമ്മുടെ ആരോഗ്യത്തിന് ചേരുന്ന ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കുക. Privilege to welcome you all to this special event celebrating Doctors' Day. First, I welcome our Secretary, G. Sushilan Sir, for your support make event like this possible. Sir. We are thrilled to have Dr. Rajini Ma'am, Medical Officer, Chirakara Grama Panchayat Ayurvedic Hospital, join us today. And we express our gratitude for their selfless service to humanity. Welcome, ma'am. Our Principal Bindu ma'am, your leadership make this event beautiful. Welcome ma'am. This is guiding the light of our school. Welcome. ഒരു ഡോക്ടർ നമ്മുടെ മുന്നിൽ വന്നിരിക്കുക. നമ്മൾ നല്ല ത്യാഗത്തോടുകൂടി പഠിക്കണം അല്ലേ? ശരിക്കും പഠിക്കണം. എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ ഇരിക്കുന്നവരൊക്കെ ഡോക്ടർ ആവൂ. ഏറ്റവും ബഹുമാനപ്പെട്ട ലോർഡ് കൃഷ്ണ സ്കൂളിലെ സെക്രട്ടറി സുശീലൻ സർ, പ്രിൻസിപ്പൽ ബിന്ദു മാം, വൈസ് പ്രിൻസിപ്പൽ ശ്യാമ, സർല മിസ് ആൻഡ് അതർ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഒരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു ഡോക്ടറായി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ഒരു അഭിമാനമുള്ള കാര്യമാണ്. അതിലുപരി നമ്മുടെ ഭാരതത്തിൻ്റെ തനത് ചികിത്സാ സമ്പ്രദായമായ ആയുർവേദ സത്വവൃത്തം കൈകാര്യം ചെയ്യുന്ന ഒരു ആയുർവേദ ഡോക്ടറാവാൻ സാധിച്ചു. അതോടൊപ്പം ഇന്ന് നിങ്ങളോടൊപ്പം ഈ വേദി എനിക്ക് പങ്കിടാൻ സാധിച്ചു എന്നത് ഈശ്വരാധീനം, ദൈവാധീനമായി ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 1 അല്ലേ? ജൂലൈ 1 എല്ലാ വർഷവും ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഒരു ഫിസിഷ്യനും അതോടൊപ്പം ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ബിപിൻ ചന്ദ്ര റോയിയുടെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും നാഷണൽ ലെവലിൽ നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. ഡോക്ടേഴ്സ് ഡേയുടെ നമ്മുടെ ഇപ്പോഴത്തെ തീം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്ട്സ് എന്നാണ്, അല്ലെങ്കിൽ കെയറിംഗ് ഹാർട്ട്സ് എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ആ തീമിൽ തന്നെ ഒരു ഡോക്ടർ എങ്ങനെ ആവണം എന്നുള്ളത്, ഒരു ആയുർവേദ സമൂഹത്തിലുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ ഒരു തീം 2024 തീമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതിയ ഒരു കാര്യമാണ്. ഈ ഹീലിംഗ് ഹാർട്ട്സും കെയറിംഗ് ഹാർട്ട്സും എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയ കാര്യം തന്നെയാണ്. അതായത് ഞങ്ങളുടെ കോളേജ് ലെവലിൽ ഞങ്ങളുടെ ഗുരുകുലത്തിൽ തന്നെ സ്വസ്ഥവൃത്തം പഠിച്ചു വരുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഇത് ഗുരുകുലത്തിൽ തന്നെ അഭ്യസിച്ച് വരുന്ന ഒന്നാണ്. എങ്ങനെ നമ്മൾ ഒരു പേഷ്യന്റിനോട്, ഒരു രോഗിയോട് ഇടപെടണം, എന്തൊക്കെ സർവീസാണ് ഒരു ഡോക്ടറിൽ നിന്നും ഒരു സമൂഹത്തിന് വേണ്ടത്, ഇത് നമ്മൾ പഠിക്കുന്ന കാലം മുതൽ പഠിച്ചു വരുന്നതുകൊണ്ട് ഈ തീം ഞങ്ങൾക്ക് ഈ വർഷത്തെ ഒരു തീം അത്രമാത്രം പുതുതായിട്ടൊന്നും തന്നെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഒരു നന്നായി വർത്തമാനം പറയാൻ അറിയുക, അല്ലെങ്കിൽ നന്നായി ചിരിക്കാൻ അറിയുക, നല്ലൊരു കരുണ കാണിക്കുക, പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവുക, ഇതൊരു ഡോക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യങ്ങളാണ്. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഡോക്ടറിനെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ ചിരി ഒന്ന് കണ്ടാൽ മതി, പകുതി അസുഖം മാറും. ഓരോ രോഗിയും പ്രതീക്ഷിക്കുന്നത്
ആ രോഗം മാറി അവർക്കൊരു പഴയ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ലൈഫ് ഉണ്ടാവണമെന്നാണ് ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്നത് അല്ലേ. ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു തടവൽ അല്ലെങ്കിൽ ഒരു സാന്ത്വനം അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുക, ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ എന്നൊരു ഹൃദയത്തെ മാത്രമല്ലേ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആശ്വാസം ചില്ലറയില്ല. അവിടെ അത് മതിയാവും പലർക്കും അവരുടെ അസുഖങ്ങൾ മാറാൻ പകുതിയെങ്കിലും മാറാൻ അത് മതിയാവും. പിന്നെ കുറച്ച് മരുന്നുകൾ ആവശ്യമേ വേണ്ടി വരുന്നുള്ളൂ. അതല്ലാണ്ട് ഒരു ലോഡ് മരുന്നുകൾ ഇതിൽ കൊടുത്തും കുറെ അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയും ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. First of all, I wish a happy Doctors' Day to all the amazing doctors who play an important role in the society. Friends, today was celebrated as Doctors' Day in India. This day is actually celebrated to honor one of the great physicians, Dr. Vidhan Chandra Roy. He was also the second Chief Minister of West Bengal and had numerous contributions to the field. He was born on this day and also died on the same day in 1962 at the age of 80 years. That's why we celebrate recognize the contributions of physicians to individual lives and communities. My doctor helps me when I'm sick. Oh, how nice he is! Sometimes I need medicine, so I will get better fast. He takes my temperature, looks in my mouth, checks my ears and feels my heart. My doctor helps me when I'm sick. Oh, how nice he is! I am sure most of you have the ambition to become a doctor. Okay, am I right? Yes. അത് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? നമ്മുടെ ഡോക്ടർ രജനി മാഡം പറഞ്ഞതുപോലെ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? I express my sincere thanks to our Honorable Secretary Sushilan sir. He is the backbone of this institution. Madam, thank you for your service as a doctor and we are very grateful for your wonderful speech. Respected Principal Bindu Miss, our Big Miss, our Vice Principal Shyama Miss. Without them, we are incomplete. So thank you.